2024 കാനഡയുടെ ഇമിഗ്രേഷൻ്റെ ന്യൂസ് പ്രകാരം കാനഡയിലുള്ള ടെമ്പററി റെസിഡൻസിന് ഏകദേശം 50% ആപ്ലിക്കേഷൻ റിജക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 10 പേര് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അതിനകത്ത് 5 പേർക്ക് റിജക്ഷനാണ് കിട്ടുന്നത്. മാത്രമല്ല കാനഡയുടെ റൂൾസ് ഓരോ ദിവസവും ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൂൾസ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള സ്റ്റുഡൻസിനെയും വർക്കേഴ്സിനെയും അതേപോലെ തന്നെ കാനഡയിലേക്ക് ടൂറിസ്റ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയും എല്ലാം ഒരേപോലെയാണ്. 2024 മാത്രം കാനഡയിൽ ഏകദേശം 50% ആപ്ലിക്കേഷനാണ് റിജക്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ഏകദേശം 23 ലക്ഷം ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് ആണ് റിജക്റ്റ് ചെയ്തേക്കുന്നത്. കാനഡയിൽ ഇത്രയും നാൾ റിജക്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഹൈ നമ്പറാണ്. ഇതിൽ തന്നെ നമ്മൾ ഓരോ കാറ്റഗറിയിലുള്ള വിസ റിജക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസ ഏകദേശം 54%, സ്റ്റുഡൻറ്റ് വിസയിൽ ഏകദേശം 52% റിജക്ഷൻ ഉണ്ടായിരിക്കുന്നത്. വിസ റിജക്ഷൻ കൂടാതെ തന്നെ കാനഡയിലേക്ക് സ്റ്റുഡൻ്റായിട്ട് വരാനുള്ളവരുടെ എണ്ണവും തീരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 46% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. കാനഡയിലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പല കോളേജുകളും ഇത് കാരണം സാമ്പത്തികമായിട്ട് അവർ പ്രതിസന്ധിയിലും ഒരു അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാനഡയിലേക്കുള്ള സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ്റെ മിനിമമായിട്ടുള്ള ഒരു കുറവ് വരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഒരു PR കിട്ടുമോ അതല്ലെങ്കിൽ കാനഡയിൽ ഒരു സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഹോപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് വിധേനയും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള പല ആൾക്കാരെയും തിരിച്ച് അവരെ നാട്ടിലേക്ക് വിടുക എന്നുള്ളതാണ് കാനഡ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. കാനഡയിലേക്ക് ഇത്രയധികം സ്റ്റുഡൻസ് വരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് 2021 ഫെബ്രുവരിയിലെ ഒരു CRS സ്കോർ നടക്കുകയും ആ CRS സ്കോർ എന്ന് പറയുന്നത് വെറും 75 മാത്രം CRS സ്കോറായിരുന്നു. അതായത് കാനഡയിലെ ഒരു സ്റ്റുഡൻറ്റ് വിസ വന്നിട്ടുള്ള എല്ലാവർക്കും കൂട്ടത്തോടെ PR കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏകദേശം 27,000 പേർക്കാണ് ഒറ്റ ഡ്രോയിൽ അവർ ഇൻവിറ്റേഷൻ കൊടുക്കുകയും അതിനുശേഷം അവർക്കെല്ലാം PR കൊടുക്കുകയൊക്കെ ചെയ്തത്. അത് കണ്ടിട്ടായിരുന്നു വളരെയധികം സ്റ്റുഡൻസ് കാനഡയിലേക്ക് വീണ്ടും വരികയൊക്കെ ചെയ്തത്. പക്ഷേ 24 ആയപ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ പോളിസികളെല്ലാം ചേഞ്ച് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ കാനഡയിലുള്ള ആൾക്കാരെ എങ്ങനെയും തിരിച്ച് പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഗവൺമെൻറ് ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത്. കാനഡയിലെ ഈ റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആക്കിയതിൻ്റെ ഒപ്പം തന്നെ ഓസ്ട്രേലിയ, UK അല്ലെങ്കിൽ USA ഇവിടുത്തെ റൂൾസുകളെല്ലാം ടൈറ്റൻ ചെയ്തു. അത് കാരണം തന്നെയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടായത്. കാനഡയിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള പല ആൾക്കാരും അവരുടെ PGWPക്കും അല്ലെങ്കിൽ അതിനുശേഷം ഒരു PR കിട്ടാനുള്ള ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പല ആൾക്കാരും അവരൊരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസയോ ഒക്കെ എടുത്തുകൊണ്ടാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിൽ അവർ നിലനിൽക്കുന്നത് തന്നെ. കാരണം ഇന്നോ നാളോ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു CRS സ്കോർ കുറയുകയോ എല്ലാം ചെയ്ത് അവർക്ക് എങ്ങനെയും കാനഡയിൽ നിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ പലരും എക്സ്റ്റൻഷനൊക്കെ എടുത്തുകൊണ്ട് തന്നെ കാനഡയിൽ തുടരുന്നത്. ഇത്രയധികം വിസ റിജക്ഷൻസ് വരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പം കാനഡ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക് അൺസർട്ടനിറ്റിയും അതേപോലെ തന്നെ ഹൗസിംഗ് ക്രൈസിസും ഇതുകൂടാതെ തന്നെ ലിവിങ് കോസ്റ്റ് കൂടിയതും എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഭരിക്കുന്ന ലിബറൽ പാർട്ടി ആയിക്കോട്ടെ ഇനി ഒരു ഇലക്ഷൻ വന്ന് ഇൻ കേസ് ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ ഇവർക്കെല്ലാം മുന്നിലേക്കാണ് ഈ പ്രഷർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വിസ റിജക്ഷൻസ് കൂടുന്നതും അതുമൂലം ഇവിടെ ഒരു ബാലൻസ് ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. പുതിയൊരു കാനഡ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.